ഹലോ നമസ്കാരം. ഞാൻ കോട്ടയം പോവുമായിരുന്നു. അപ്പം യാദൃശ്ചികമായിട്ട് കൊടുങ്ങൂരെത്തിയില്ല. അതിൻ്റെ ഇപ്പുറത്തുള്ള ആ ഒരു വളവിലെ കേക്ക് റോഡ് സൈഡിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു കുടുംബം കംപ്ലീറ്റ് ഉണ്ട്. അവർ കൊട്ട നെയ്യുകയാണ്. പിന്നെ അപ്പോൾ പിള്ളേർ സഹിതമുണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് കൊട്ട നെയ്യുന്നത്. അപ്പം അവരെ കണ്ട് അവരുടെ വിശേഷമൊക്കെ ഒന്ന് അറിയാവുന്ന കരുതി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. ഹലോ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് ഭഗവതി രാജു. ഭഗവതി രാജു. ഇത് നിങ്ങളുടെ കുലത്തൊഴിലാണോ? അതെ, പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണ്. എൻ്റെ അച്ഛൻ്റെ തലമുറ തൊട്ടുള്ള തൊഴിലാണ്. അത് ശരി. നല്ലപോലെ ഇത് ബിസിനസ് നടക്കുന്നുണ്ടോ? കച്ചവടം? ഇത് ഒരു 20 വർഷം മുമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പ്ലാസ്റ്റിക് വന്നിട്ട് ഒരു 10-20 വർഷം ആയെന്നുള്ളൂ. അതോടെ ഇത് ഞങ്ങളുടെ പരിപാടി തീർന്നു. ഇത് കൈത്തൊഴിൽ ഇന്ന് മാർക്കറ്റ് ഒന്നുമില്ല, എല്ലാം പ്ലാസ്റ്റിക് തലമുറയിലാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് വന്നതോടെ നമ്മുടെ കച്ചവടം ഇല്ല. അതുകൊണ്ട് വയറ്റുപഴപ്പിന് പോലും ഞങ്ങൾ കഞ്ഞിക്ക് ഒരു വഴിയില്ലാതിരിക്കുക. ആൾക്കാർ സഹകരിച്ച് ഒരെണ്ണമൊക്കെ മേടിക്കുവാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ വയറ്റുപഴപ്പ് നടക്കുന്നുള്ളൂ. ഞാനെന്നാ വണ്ടിയെ വന്നപ്പോഴേ നിങ്ങള് കുടുംബമായിട്ട് പിള്ളേരും എല്ലാം ഉണ്ടല്ലോ. അതെ, അതുകൊണ്ട് ഞങ്ങൾ പിള്ളേർ സെറ്റായിട്ട് എല്ലാവരും വരും. അമ്മമാരെ അവധിക്ക് സമയത്തിന് വിളിച്ചോണ്ട് വരും. പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വന്ന് കൊട്ട കിട്ടുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ടുള്ള തൊഴിലായതുകൊണ്ട് അമ്മമാർക്കും പഠിപ്പിച്ച് അമ്മമാരും എന്തെങ്കിലും എവിടെയെങ്കിലും പോയി ജീവിക്കണ്ടേ, എന്തെങ്കിലും ഒരു വയറ്റുപഴപ്പ് നടക്കണ്ടേ, അതിനുവേണ്ടി അമ്മമാരും പഠിക്കുന്നുണ്ട്. കൊട്ടനെയ്ത്തും പഠിക്കുന്നുണ്ട്, സ്കൂളിലും പോകുന്നുണ്ട്. സ്കൂളിൽ പോകുന്നുണ്ടോ അവര്? ഇവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക. ഇങ്ങോട്ടുള്ളവൻ അവന് 8ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക. രണ്ടും. അപ്പൊ കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി? കേരളത്തിൽ വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങളായി. ഇത്ര വർഷമല്ല, 100 വർഷത്തിന് മുകളിലാണ് ഞങ്ങൾ ഇവിടെ പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ജനിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ജനിച്ചതെല്ലാം കേരളത്താ. എൻ്റെ മൂത്ത പെങ്ങൾ ജനിച്ചത് കേരളത്താ. എൻ്റെ അച്ഛനും അമ്മച്ചും കല്യാണം കഴിച്ച് ഇടുക്കിയില്ല. ഓ, അത് ശരി. അപ്പൊ അങ്ങനെ പാരമ്പര്യമായിട്ട് അവരുടെ അച്ഛൻ്റെ തലമുറയായിട്ട് ഞങ്ങൾ കേരളത്താ. പക്ഷെ വീടും കൂടും ഒന്നുമില്ല. കടത്തിനെ കിടക്കും, ഇതുപോലെ കൊട്ടയിടും, ജീവിക്കും, ഇങ്ങനെയൊക്കെയാ. പക്ഷെ പണ്ട് നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം പൈസയും കുറച്ച് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കച്ചവടവും ഇല്ല, പൈസയും ഇല്ലാതെ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം എല്ലാവരും സഹകരിച്ച് കൊട്ട മേടിച്ചാൽ നമുക്ക് നല്ലത്. ഇപ്പൊ ഈ ഈറ്റ എവിടുന്നാ കൊണ്ടുവരുന്നത്? ഈറ്റ ഇങ്ങനെ നമ്മളെ വീടുകളിൽ കൂടി ഇങ്ങനെ ഞങ്ങൾ ചോദിച്ച് വിലക്ക് മേടിക്കുവാണ്. ശരി. അങ്ങനെ ഒന്നിച്ച് ഒന്നിച്ച് വണ്ടി പിടിച്ച് ഞങ്ങൾ ഒരു സ്ഥലത്ത് നമ്മൾ രാത്രി ആകുമ്പോഴും ഇത് ഇവിടെ ഇട്ടേക്കുവാണോ? ഇവിടെ തന്നെ ഇട്ടേക്കുക. ഇത് ഈ തയ്യാറാക്കുന്ന കൊട്ട അത് എന്ത് കൊട്ടയാ? ഇതെന്ന് പറയുമ്പോൾ ഇത് മേശയിൽ പഴങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള കൊട്ടയാണ്. ഇത് താഴെ സ്റ്റാൻഡും വരും, ഇവിടെ സ്റ്റാൻഡ് വരും. ഇത് മേശയിൽ പഴങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള കൊട്ട. ഇത് 300 വില. 250 ആണെങ്കിൽ ഞങ്ങൾ കൊടുക്കും. അങ്ങനത്തെ വില. ഇത് ഡബിൾ വർക്കാ. മുകളിലും കെട്ടിട്ടുണ്ട്, താഴെയും കെട്ടും. അപ്പൊ ഈ പണി തീരുമ്പോൾ ഈ താഴെ വശം കെട്ടും. ഇതെന്ന് പറയുമ്പോൾ അരി കഴിക്കാനും ചോറ് കോരാനും ബിരിയാണി മറക്കാനൊക്കെ ഉള്ള കൊട്ടയാണ്. ഇത് 300 വില. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വലിയ കൊട്ടയുണ്ട്, ഉണക്കമീൻ കൂടെയുണ്ട്, പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ ചെറിയ കൊട്ടകളുണ്ട്. അങ്ങനെ എല്ലാ സൈസുകളും കൊട്ടകളുണ്ട്. പിന്നെ മുറമൊക്കെ എൻ്റെ അച്ഛൻ്റെ ചേട്ടന്മാർക്ക് അറിയാം. അങ്ങനെ മുറം പരമ്പ് പായി ഇങ്ങനെയൊക്കെ. അല്ല, ഞാൻ അച്ഛനെ അറിയത്തില്ല. കൊട്ടകൾ എല്ലാ കൊട്ട മോഡലും കെട്ടിത്തരും. ഈ അച്ഛൻ്റെ ചേട്ടന്മാർക്ക് മാത്രമേ ഈ മുറവും കാര്യങ്ങളും അറിയുള്ളൂ. അവര് പഠിച്ചുള്ളൂ. ഞങ്ങൾ അത് പഠിച്ചില്ല ആ സമയത്ത്. കൊട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു പണ്ടേ. അതുകൊണ്ട് ഈ മുറത്തിന് ഡിമാൻഡ് കുറവായിരുന്നു. അതുകൊണ്ട് മുറ ഞങ്ങൾ പഠിച്ചില്ല. പിന്നെ കൊട്ടകളായിരുന്നു. പിന്നെ ഇന്ന് കൊട്ടയ്ക്ക് മാർക്കറ്റ് ഇല്ലാതെ പോയി. അതുപോലെ ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ ഒരു കൊട്ട ഉണ്ടാക്കാനായി എത്ര സമയമെടുത്തു? ഇത് പൊളിയെടുത്ത് കെട്ടണമെങ്കിൽ കറക്റ്റ് 2.25 മണിക്കൂറാവും ടീച്ചർ. ഇത് 2.25 മണിക്കൂറാകും. പൊളി കീറി കെട്ടിയെടുക്കുമ്പോൾ കംപ്ലീറ്റ് ഇതിന്റെ പണി തീരുമ്പോൾ 2.25 മണിക്കൂറാണ്. നീ ഇതിനകത്തൊന്നും ചെയ്യാനില്ല? ഇതിനൊന്നും ചെയ്യാനില്ല. അതേപടി കംപ്ലീറ്റ് പണി പൂർത്തി തീരുമ്പോൾ 2.25 മണിക്കൂറാകും. ഇത് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും? ഇത് വർഷങ്ങൾ യൂസ് ചെയ്യാം.
വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാം. ഇത് നല്ലപോലെ ഉണക്കിയെടുത്ത് ഇപ്പൊ ഇത് പച്ചയാ, നല്ലപോലെ വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് ഇച്ചിരി ഒന്ന് വേവിച്ചൊക്കെ ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല തിളപ്പിച്ച വെള്ളത്തിനകത്ത് ഇച്ചിരി മുക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾ കിടക്കും. 10-15 വർഷങ്ങളും കിടക്കും. നമ്മൾ അരി കഴിക്കാൻ, ചോറ് വരാൻ, ബിരിയാണി മറിക്കാൻ ഒരു കേട്. ഇതിനകത്ത് ചോറ് ഉണ്ണുമ്പോൾ അതിനായ പക്ക ടേസ്റ്റാ. പണ്ടൊക്കെ ആൾക്കാർ ഇഷ്ടമായ ആൾക്കാർ ഇത് മേടിച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്നേരമൊക്കെ അസുഖങ്ങളില്ല, ഇതിനകത്ത് അസുഖങ്ങളില്ലാത്തതാണ്. പിന്നെ ഒന്നാമത്തെ ടേസ്റ്റ് കൂടുതലാണ്. ഏത് സാധനം ഇതിന് എടുത്താലും ടേസ്റ്റാ. ശരി. ഇത് ഈ കൊട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാന് മേടിച്ചോളാം. ആയിക്കോട്ടെ, ശരി, സന്തോഷം. ഇതിന് 300 രൂപ. 300 ഇതെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ചെറിയ അളിയിട്ട് കെട്ടുന്നത് കൊണ്ട് പണി ഇച്ചിരി കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് ആ വില. ശരി, അല്ല അത് കുറവാ. ഞാനൊരു 500 രൂപയാ പ്രതീക്ഷിച്ചത്. 500 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും മേടിക്കോ? ഇപ്പൊ ഈ കാലത്ത് എല്ലാം പ്ലാസ്റ്റിക്കില് 100 രൂപ, 50 രൂപ, 25 രൂപയ്ക്ക് പ്ലാസ്റ്റിക് ഉണ്ട്. പിന്നെ അത് മതിയാവേന്നല്ല ഒരു പറഞ്ഞു പോകുന്നത്. പക്ഷെ അതുപോലെ അസുഖങ്ങളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെന്നാന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഇല്ലാത്ത ഇപ്പൊ പ്ലാസ്റ്റിക് ഞാൻ പറഞ്ഞ പോലെ 25-ലുണ്ട്, 50-ലുണ്ട്, 100 രൂപയ്ക്കുണ്ട്. അപ്പൊ ഈ തലമുറയിൽ എന്നാ ചെയ്യുന്നു, ആ 25 രൂപയ്ക്ക് മതിയാവേ എന്നാ പറഞ്ഞു. പക്ഷെ അസുഖവും ആ പുറകെ തന്നെ അവരുടെ കൂടെ തന്നെ പോകുന്നു. അത് മനസ്സിലായത്. ഇത് പണ്ടത്തെ പാരമ്പര്യമായിട്ടുള്ളതല്ല. ഇതിൽ എന്തെങ്കിലും ഇതുവരെ അസുഖം ഒരു കേട് വന്നിട്ടുണ്ടോ? നമ്മുടെ ഒരു മനുഷ്യന് നല്ല ആരോഗ്യം തന്നിട്ടുള്ള ഒരു സാധനമായത്. പണ്ട് കാലം തൊട്ടേ എല്ലാ അമ്മച്ചിമാർക്കും വലിയ വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഉള്ള പിള്ളേർ സെറ്റിൽ അറിയില്ല. അത് വീട്ടിലുള്ളവർ പഠിപ്പിച്ചു കൊടുക്കും. എടാ ഇതുപോലെ പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണ് ഇത്. നമ്മൾ മേടിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വിഷമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലേ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് ഒരെണ്ണം മേടിക്കണം, അങ്ങനെ ചിന്ത വരുള്ളൂ. നല്ല ഫാഷൻ ഉള്ളതും കാണാൻ നല്ല കളർഫുൾ ആയിട്ടുള്ളതൊക്കെയാണ് നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്നത്. അത് പ്ലാസ്റ്റിക് ആണ്. അതെ, പ്ലാസ്റ്റിക്. പക്ഷെ പ്ലാസ്റ്റിക്കിൽ എന്ന് പറഞ്ഞാൽ ദോഷം വരുമല്ലേ? ദോഷം ഉണ്ടല്ലോ. എല്ലാം കാണാൻ നല്ല സൂപ്പറാ. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കുറവാന്ന് കൂട്ടിക്കോ. പക്ഷെ എന്നാന്ന് പറഞ്ഞാൽ അസുഖമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. പണ്ടൊക്കെ കൃഷികൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു. നമ്മുടെ കൊട്ടയ്ക്കും ഭയങ്കര മാർക്കറ്റ് ഉണ്ടാകും. ഇന്ന് കൃഷി ഏതാ ഉള്ളത്? കൃഷിയെല്ലാം ഇല്ലാതെ പോയി. അതുപോലെ വ്യവസായം തമിഴ്നാട്ടിലും കേരളത്തിലും അതെ, ഇത് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കൊട്ടയ്ക്ക് മാർക്കറ്റില്ല. പക്ഷെ കൊട്ടയാണ് ഏറ്റവും നമുക്ക് ശരീരത്തിന് നല്ലത്. ഇത് കൂട്ട് എന്ത് സാധനം എടുത്ത് കഴിച്ചാലും അത് നല്ലതാണ്. അപ്പൊ ഞാൻ ഈ കൊട്ടയ്ക്ക് 300 രൂപ. ഇത് കൊള്ളാമല്ലോ. ഇത് നല്ല രസമായിരിക്കും ഈ കൊട്ട കേട്ടോ. പഴയ കാലത്തെ വീട്ടുകളിലൊക്കെ കാണുന്നതാ. ഇപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ പുതിയ തലമുറയ്ക്ക് പോലും അറിയത്തില്ല. ഇത് എന്തൊക്കെ ഇത് സൂക്ഷിച്ചു വെക്കാമല്ലോ അല്ലേ? വല്ലതൊക്കെ ഇട്ട് അടച്ചു വെക്കാം. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീൻ ഇട്ട് വെക്കാം, പുളി ഇട്ട് വെക്കാം. അങ്ങനത്തെ പണ്ടത്തെ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ല, എല്ലാ അവിടെ തന്നെ തൂക്കിയിടും. അതാണ് അടപ്പുള്ള സാധനം. ഇതിനകത്ത് ഉണക്കമീൻ ഇട്ട് വെക്കാം, പുളി ഇട്ട് വെക്കാം, പഴങ്ങൾ ഇട്ട് വെക്കാം. എല്ലാത്തിനും നല്ലതാണ്. അപ്പൊ ഇതിനകത്ത് കേട് വരത്തില്ല. ഇതിനകത്ത് ഏത് സാധനം നമ്മൾ ഇട്ട് വെക്കുന്നോ ബ്രിഡ്ജ് പോലെയാണ്. ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും സാധനം കഴിച്ചു അതുപോലെയാണ്. ഏതിനകത്ത് കൂളിംഗ് ആയിട്ട് അല്ല. അത് മാത്രം ഈറ്റ് എന്ന് പറയുമ്പോൾ കൂളിംഗ് അല്ലേ? കൂളിംഗ് ആയിട്ട് തന്നെ അകത്ത് നമുക്ക് ഏത് കേടും വരില്ല. ഇപ്പൊ നമ്മള് പ്ലാസ്റ്റിക്കില് ഏതെങ്കിലും സാധനം ഇട്ട് ഇപ്പൊ പച്ചക്കറിയോ അല്ല വേറെ എന്ത് സാധനം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കൂടി കേട് വരും. മോള് മാത്രം ഫ്രഷായിട്ട് താഴെല്ലാം കേട് വരും. പക്ഷെ ഇതിനകത്ത് താഴെ കൂടിയും കേട് വരില്ല, മുകളിലും കേട് വരില്ല. ഏത് സാധനം ഇട്ട് വെച്ചാലും കേട് വരത്തില്ല. ഒരാഴ്ച ആയാലും 2 ആഴ്ച ആയാലും കേട് വരത്തില്ല. അതാണ് ഇതിന്റെ ഒരു ഇതിന്റെ വേറൊരു ടൈപ്പാ ഈ ഒട്ടുപാലിടുന്നത്. അത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു. അടപ്പൊക്കെ ഇല്ലാതെ. ഇതിന് എന്നാ വില വരും? ഇത് 300 വില. ഇതും ഈ കുഞ്ഞ് ഇത് പൂക്കട്ടയോ? ഇത് അമ്പലത്തിലൊക്കെ കൊണ്ടുപോയാൽ പൂവൊക്കെ കുറച്ച് പൂക്കോട്ടയാണ്. അപ്പൊ ഇതിന് 120 വില. ഇതൊക്കെ ലാസ്റ്റ് ചെയ്യൂ. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു കറക്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു 5-8 വർഷം സുഖമായിട്ട് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോകാൻ യൂസ് ചെയ്യാം. നല്ലപോലെ വെയിലത്തൊന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി. പിന്നെ ഒരു കേട് ഇതിൻ്റെ അകത്ത് വരണം. നിങ്ങൾ എവിടെ അന്നേരം ഭക്ഷണം നിങ്ങൾക്ക് വീടുണ്ടോ ഇവിടെ? ഇല്ല ടീച്ചറെ, വീടില്ല ഇവിടെ. ഞങ്ങൾ കടത്തിനിലാണ് കിടക്കുന്നത്. കാരണം വീട്ടു വാടക പോലും നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. 4000-3000 ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കൊട്ട വിറ്റാണ് നമ്മൾ വയറ്റുപഴപ്പ് നോക്കണം, പിന്നെ വീട്ടിൽ പിള്ളേരും കാര്യങ്ങളും നോക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പൈസ ഇല്ല, കുറവാണ്. നമുക്ക് കൊട്ടയ്ക്ക് പണ്ടാണെങ്കിൽ നമുക്ക് വീട് വാടക എടുത്ത് താമസം. ഇപ്പൊ ഞങ്ങൾ വീടില്ല, കടത്തിനിലാണ് കിടക്കുന്നത്. ആ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കടത്തിണ്ണയിലാണ് നമ്മളെ പിള്ളേർ ഭക്ഷണം. ചില മഴയില്ലെങ്കിൽ ബസ് കഴിക്കും. അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിക്കും. നമ്മൾ എടുത്തു വെച്ച് ഞാൻ ഈ കൊട്ട അങ്ങ് എടുക്കുവാണ്. ആയിക്കോട്ടെ, സന്തോഷം, വളരെ സന്തോഷം. ഈ കുഞ്ഞു പൂക്കൊട്ടയൊക്കെ വീട്ടിലുണ്ട്. ഉണ്ടല്ലേ? ആയിക്കോട്ടെ. ഈ കൊട്ടയ്ക്ക് എന്നാ വില വരും? ആ കൊട്ടയ്ക്ക് 300 മതി. സത്യം പറഞ്ഞാല് ഇന്നലെ
വീട്ടിലെ കുറേ കപ്പ എടുത്ത് അരിഞ്ഞ് വെച്ചപ്പോഴേ ഇതുപോലുള്ള ഒരു കൊട്ട ഇല്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. വീട്ടിൽ ഇഷ്ടം പോലെ കൊട്ടയുണ്ട്, പക്ഷേ അതെല്ലാം പ്ലാസ്റ്റിക് കൊട്ടകളാണ്. എന്നാ ദൂഷ്യമുള്ളയാ. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഗുണമല്ലാതെ ഒരു ദോഷവും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഈ KK റോഡ് സൈഡിൽ ഇതിലെ വരുവാണെങ്കിൽ, കോട്ടയം റൂട്ടിൽ വരുമ്പം ഈ ഫാമിലിയെ ഒന്ന് നോക്കണം. നല്ല ലാഭത്തിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടും 300 രൂപ വീതം മേടിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ കടയിൽ പോയി എടുക്കുവാണെങ്കിൽ 600 രൂപയെങ്കിലും, ഒരു കൊട്ടയ്ക്ക് ഒരു 500 രൂപ കുറഞ്ഞത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയും ഒരു ലാഭമായി. ഇവരെ പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷവും ഉണ്ട്, സങ്കടവും ഉണ്ട്. കാരണം അവരുടെ ജീവിത രീതിയൊക്കെ അവർ പറഞ്ഞു. ഭയങ്കര സങ്കടമാണ്. ഇപ്പോഴത്തെ കാലത്ത് അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ തന്നെ 1 മണിയാകുന്നു. ഇപ്പോഴാണ് അവർ അരി മേടിച്ചുകൊണ്ട് വന്ന് ഇച്ചിരി അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. കഞ്ഞി വെക്കാൻ പോവുകയെന്ന് പറഞ്ഞു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ എപ്പിസോഡ് ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു.